പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് വ്യാഴാഴ്ച. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ വൃദ്ധന്മാര് ആരും ചിന്തിക്കാറില്ല. അവരുടെയൊക്കെ അധ്വാനവും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫലങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. വിവിധ തൊഴിൽ നമ്മളാ തൊഴിലാളി ആയിരിക്കില്ല, നമ്മുടെ തൊഴിൽ അതായിരിക്കില്ല. കൽപ്പണിക്കാരാണെങ്കിൽ ആ മക്കൾ പണിയുന്ന വീട് കാശ് കൊടുത്തിട്ടാണെങ്കിൽ പോലും ആ കുടുംബത്തിൽ അവരുടെ എത്രയോ വിയർപ്പ് വീണു. ഒരു മരപ്പണിക്കാരാണെങ്കിലും അങ്ങനെ തന്നെ, മറ്റുള്ള വർക്കുകൾ ചെയ്യുന്നവർ അങ്ങനെ തന്നെ. നമ്മുടെ ഊണുമേശയിൽ നമ്മൾ മീൻ ഭക്ഷിക്കുമ്പോൾ അതിനുവേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച് കഷ്ടത നിറഞ്ഞ ജീവിതവും മരണം മുമ്പിൽ കണ്ടും ഈ മഴക്കാലത്ത് തിരമാലകളെ മറികടന്ന് അധ്വാനിക്കുന്നവരെയൊക്കെ നമ്മൾ ഓർക്കാറില്ല. ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്ന മക്കളെ, കടലിൻ്റെ മക്കൾ. അതുങ്ങൾ എങ്ങനെ പോയാലും ഒരർത്ഥത്തിൽ നിഷ്കളങ്കരാണ്. രണ്ടാമതൊരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ക്ഷമ. മാസങ്ങളോളം ആഴ്ചകളോളം ഒന്നും കിട്ടിയില്ലെങ്കിലും നാളെ തരും ദൈവം, നാളെ തരും. ഈ ഒരു ക്ഷമ മറ്റുള്ളവർക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈശോയെ നന്ദി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പൂർവികരായിരുന്നാലും നമ്മുടെ മാതാപിതാക്കളായിരുന്നാലും നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും കൺമുമ്പിലെ മാതാപിതാക്കളായിരുന്നാലും അയൽവാസികളായിരുന്നാലും സമൂഹത്തിൽ അവരായിരുന്നാലും വാർദ്ധക്യം എത്രമാത്രം ആന്തരിക മുറിവോടെ ആയിരിക്കാം, എത്രമാത്രം ആന്തരിക മുറിവോടായിരിക്കാം ഒരു മാതാപിതാക്കളും മക്കളെ പോറ്റി വളർത്തി സ്നേഹിച്ചു വേണ്ടതൊക്കെ കൊടുത്തു. വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ അവരെ ഒന്ന് പിക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടോ അവർ നല്ല വാക്ക് പറയാനില്ല. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവരുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറേ നാൾ ലൈഫും സന്തോഷമൊക്കെ ആയിരിക്കാം. പക്ഷേ ഭാര്യയ്ക്കും വയസ്സാവും, ആരോഗ്യം നഷ്ടപ്പെടും. ഭർത്താവിനും വയസ്സാവും, ആരോഗ്യം നഷ്ടപ്പെടും. അപ്പോൾ മക്കൾ ഒരു കൈ സഹായിക്കേണ്ടവർ പോലും ഒരേ സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെ സംസാരിക്കുവാൻ, ഒരു നല്ല വാക്ക് പറയാൻ ഒരു മക്കളില്ല. ഒരു കുറച്ച് നേരം ഇരുന്ന് സ്നേഹ സംഭാഷണം നടത്താൻ ആരും വരുന്നില്ല. എല്ലാവരും ഉണ്ടായി, ആരുമില്ലാതിരിക്കുന്ന ആ ദുഃഖം നോക്കിയേ. അപ്പച്ച അമ്മച്ചി വല്ലതും കഴിച്ചോ? മരുന്നിനൊക്കെ പൈസയുണ്ടോ? ഒന്നും ഉണ്ടാവില്ല ചോദിക്കുന്ന നമ്മുടെ കയ്യിൽ. എന്നാലിരിക്കട്ടെ, എന്തെങ്കിലും ഒരു ചായക്കാശെങ്കിലും കൊടുത്ത് ഇരിക്കട്ടെ അപ്പച്ച, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരെ എടുക്കണം അമ്മച്ചി. അല്ല, ഞാനിപ്പോൾ എന്താ അമ്മച്ചിക്ക് ഇപ്പം വേണ്ടേ? എന്താ കഴിക്കാൻ തോന്നുന്നേ? കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് തരണോ? അല്ലെങ്കിൽ അത് തരണോ, ഇത് തരണോ, ഡ്രസ്സ് വേണോ? അഭിമാനമായിരിക്കാം, ഉണ്ടില്ലെങ്കിലും മുറുക്കി എടുക്കുന്ന ആളുകളൊക്കെയാണ് ഉള്ളത്. എന്നാലും ഇതൊന്നുമില്ലെങ്കിലും മക്കളെ, ഒരു സ്നേഹത്തിൻ്റെ ഒരു തലോടൽ മതി. ഒന്നവരുടെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചാൽ മതി. കാരണം അവർ ഹൃദയം തുറന്നൊന്ന് ചിരിച്ചിട്ട് നാളുകളായിട്ടുണ്ടാവാം. ഇതെല്ലാം നാളെ ആവട്ടെ മറ്റന്നാളെ ആവട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്കത് സാധിക്കാറുണ്ടോ? ഒന്ന് കടന്നു ചെല്ലാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ സ്വന്തക്കാരോ അറിയുന്നവരോ കേട്ടവരോ ഒക്കെ ഒന്ന് കടന്നു ചെന്ന് മരിക്കുമൊക്കെ കൂടിയേക്കാം. പക്ഷെ അല്ലാതെ ഒന്ന് കടന്നു ചെല്ലാൻ സാധിച്ചെങ്കിൽ സാധിക്കണമല്ലോ. ഹല്ലേലൂയ. എത്രയോ തളർവാദ രോഗികളെ ഈ സുഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധന്മാരും പുണ്യാളന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടില്ലേ? എത്രയോ ശുശ്രൂഷകർക്ക് അങ്ങനെ സാധിക്കുന്നു. അവർക്കൊക്കെ ബലം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദി കർത്താവേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ വ്യാഴാഴ്ച വിശുദ്ധ യൂദാശ്ലീഹയുടെ മധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ വൃത്തമന്ദിരങ്ങളിലും കർത്താവേ സീനിയർ കെയറിലൊക്കെ ആയിട്ട് കിടക്കുന്ന എത്രയോ മക്കളുണ്ട്. എല്ലാവരും ഉണ്ടായി, എല്ലാ കാലങ്ങളും ഉണ്ടായി, വസന്തകാലം ഉണ്ടായി. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച പോലെ കഴിയുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. അവരുടെയൊക്കെ അധ്വാനമായിരിക്കാം അവരുടെയൊക്കെ കഷ്ടപ്പാടിൽ അവരുടെ വേർപ്പാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. മക്കളെ, നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് ഒന്ന് പോയി സന്ദർശിക്കുന്നതൊക്കെ നല്ലതാണ്. സകല വിശുദ്ധന്മാരെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. വിശുദ്ധ യൂദാശ്ലീഹായെ
വാർദ്ധക്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ട് കിടക്കുന്ന, മരണത്തിനോട് മല്ലടിച്ച് കിടക്കുന്ന എല്ലാവരെയും തൊട്ടനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുത്തിമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷിച്ചൽമയാമേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ആരാധന 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 ആരാധന. അലേലി 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 അലേലി. കർത്താവെ സ്തുതിക്കുക മക്കളെ. കർത്താവിൻ്റെ തിരുരക്തം എല്ലാവരുടെ മേൽ ഒഴുകട്ടെ. കർത്താവെ മക്കളെ പ്രാർത്ഥിക്കുക. ഈ വരുന്ന 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി താമസമുള്ള ധ്യാനത്തിലേക്ക് അനേകം മക്കൾ വരട്ടെ. പറഞ്ഞു വിടുക, നിങ്ങളും വരിക. അതിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് ഇപ്പോഴേ പ്രാർത്ഥിക്കാം. ദൈവത്താൽ ആകർഷിക്കുന്ന എല്ലാവരും വരട്ടെ. എല്ലാവരെയും ദൈവത്താൽ ആകർഷിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ ആകർഷിക്കട്ടെ. കർത്താവ് യേശുവേ നന്ദി 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 നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ തിരുത്തിന്മേലുമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചൽമയാമേ. ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന മക്കളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന അവരും അനുഗ്രഹിക്കട്ടെ. അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. യേശുവേ യേശുവേ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹാലേലിയ ഹാലേലിയ ഹാലേലിയ. പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ കാണുന്നു. ഹാലേലിയ 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 ഹാലേ. നിരാശകൾ കാണുന്നു. കർത്താവെ അവിടെ എല്ലാം ഈശോ തിരുരക്തം തളിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി 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 നന്ദി. 2 ആരോഗ്യം നഷ്ടപ്പെട്ട വൃദ്ധന്മാരെ, കിടപ്പ് രോഗികളെ സന്ദർശിക്കണം. നല്ലതാണ് മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.